ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ബെറ്ററൊന്നും ആയിട്ടില്ല, പതിയെ ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരുപാട് പേര് പെട്ടെന്ന് പനി മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ, നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ പനി കുറച്ചൊന്ന് കുറവുണ്ട്. എന്നാലും നല്ല രീതിയിൽ മാറിയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഒരു ടീച്ചർ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബറാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് വേണ്ടി വിശ്വസമായിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു വീഡിയോ ഇടുമെന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. താങ്ക് യു സോ മച്ച് ടീച്ചർ. സോ ആ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അത് കണ്ടിട്ട് മടങ്ങി വരും. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഷോർട്സിൽ വരാൻ കാരണം എൻ്റെ സബ്സ്ക്രൈബറും എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എനിക്ക് കമൻസ് ഇടുന്ന ആദിത്യ വ്ളോഗ്സിലെ ആദിത്യന് വേണ്ടിയാണ്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഈവനിങ്ങിൽ ഒരു വ്ളോഗ് കണ്ടു. ആദിത്യന് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ ആദിത്യ, ഒറ്റയ്ക്കല്ല എന്ന് എപ്പോഴും ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ നന്മ അതെന്നും നമുക്ക് കൂട്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ളിടത്താണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അസുഖമെല്ലാം മാറി പഴയ ആരോഗ്യവാനായി തന്നെ എത്രയും പെട്ടെന്ന് ആദിത്യൻ തിരിച്ച് വ്ളോഗ്സ് ചെയ്യാനായി ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനയും അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം കൈവിട്ട് കളയരുത്. അത് കൂടെ തന്നെ ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും, ആദിത്യൻ ഇതിനു മുമ്പ് കിട്ടുന്ന പൈസയിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് ആർക്കെങ്കിലുമൊക്കെ ഫുഡ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നന്മ, അന്നം കൊടുക്കുന്ന ഒരു കൈ, ആ കൈ ഒരിക്കലും ദൈവം താഴേക്ക് പോകാൻ അനുവദിക്കില്ല. അത് എന്നും വാനോളം ഉയർന്ന് തന്നെ നിൽക്കും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാ ഫ്രണ്ട്സും ആദിത്യന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, പെട്ടെന്ന് പനിയാണ്, പനി ഇപ്പോൾ ഈ മഴക്കാലമല്ലേ, അപ്പോൾ കരുതിയിരിക്കുക. പെട്ടെന്ന് മരുന്നും അതുപോലെ തന്നെ റെസ്റ്റും ഒക്കെ എടുക്കുക. എല്ലാവരും കൂടെയുണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, ശരിക്കും ഇങ്ങനൊരു വീഡിയോ ടീച്ചർ ഭാഗത്ത് ഞാൻ പ്രതീക്ഷയല്ല. താങ്ക് യു സോ മച്ച് ടീച്ചർ. കാരണം നമ്മുടെ എല്ലാ വീഡിയോസ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർക്ക് എനിക്ക് വയ്യാന്നും ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത്. അതുപോലെ ഒത്തിരി പേര് എനിക്ക് എന്താ പറയുക, രോഗം പെട്ടെന്ന് മാറണം, പനി പെട്ടെന്ന് മാറണം എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്ത എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ ടീച്ചർക്ക് 1000 നന്ദി പറയുകയാണ്. കാരണം ടീച്ചറുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ച് ഇങ്ങനൊരു വീഡിയോ ഇട്ടതിന് 1000 നന്ദി പറയുന്നു. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന്, ആരെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സന്തോഷം. കാരണം എല്ലാ ആൾക്കാരും പല രീതിയിൽ എന്നെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇത്രയും ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്തു പറയാനൊരു മനസ്സ് ടീച്ചർ കാണിച്ചതിന് 1000 നന്ദി. തുടർന്നും ടീച്ചറെ സ്നേഹവും സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഒരു ടീച്ചറെ വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ടീച്ചറെയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ രോഗം പെട്ടെന്ന് മാറണമെന്ന് ആഗ്രഹിച്ച് കമൻറ്റിട്ട എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു സോ മച്ച്. ഹലോ ഹായ് മുത്തുമണീസ്. അങ്ങനെ ഇന്ന് എല്ലാ ദിവസത്തെ പോലെ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എന്തുണ്ട് വിശേഷം? എനിക്കിതാ പനി അത്യാവശ്യം ആ രീതിയിൽ ഓക്കെ ആണെന്ന് പറയാം, നല്ല രീതിയിൽ ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. രാവിലെ മെഡിസിൻ കഴിച്ചാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്കുള്ള മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാഴ്ച പിടിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വൈറൽ ഫീവർ ആയതുകൊണ്ട് ഒരാഴ്ച പിടിക്കും, സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓമല്ലൂരിലൊരു കുഞ്ഞു കടയിലേക്ക് പോവാണ്. ഇവിടെ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ വെള്ളയപ്പം. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറേ ദിവസം വിചാരിക്കുന്നു ഇവിടെ പോയിട്ട് ഇവിടുത്തെ വെള്ളയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം തുടങ്ങിയിട്ട് അത്ര ഒന്നും ആയിട്ടില്ല ഈ ഒരു കട. ഒരു 1.5 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അവിടത്തോട്ട് പോകാമെന്ന് ഓർത്തു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു, ഞാൻ പലപ്പോഴും ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടാണ് കഴിക്കാറ്. അതും ഏറ്റവും കുഞ്ഞു കടയിൽ, സാധാരണക്കാരുടെ കടയിൽ. അപ്പോൾ ഇതൊരു കുഞ്ഞു കടയാണ്. അപ്പോൾ ഒരു അങ്കിള് നടത്തുന്ന കടയാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്കാണ് പോണത്. ഇതാണ് ആ ഒരു കട. കടേൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞൊരു കട പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഞാൻ ചെല്ലുന്ന സമയത്ത് 2-3 അങ്കിൾമാർ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവരൊരു നാട്ടുവർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ഇവിടെ എത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. വെള്ളപ്പം ഓൾറെഡി ഓർഡർ ചെയ്തു. ഇവിടെ ഇതിന് വെള്ളപ്പം എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ ഈ ഒരു അപ്പത്തിന് എന്താ പേര് പറയുന്നത്? കമൻറ്റ് ചെയ്യുക.
ഇങ്ങനെ വെള്ളാപ്പം 3 വെള്ളാപ്പം പറഞ്ഞു. കടലക്കറി വെയിറ്റുകൾ അറിയാൻ ഉദ്ദേശിച്ചത് കുറുമയോ അങ്ങനെ വല്ലതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതവിടെ ഇല്ലായിരുന്നു. മുട്ടക്കറിയും കടലക്കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ കടലക്കറി ചൂസ് ചെയ്ത്. മുട്ടക്കറി അത്ര എനിക്ക് ഇഷ്ടമല്ല. അപ്പത്തിൻ്റെ കൂടെ വെള്ളാപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ കടലക്കറി മേടിച്ചു. അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കടലക്കറി ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു. തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ ആയിരിക്കും. ചൂടോടുകൂടിയാണ് കടലക്കറി വന്നത്. ഇപ്പോൾ നല്ല സ്മെല്ലടിച്ചു. ആദ്യം ഞാൻ കടലക്കറിയിൽ ജസ്റ്റ് ആ ഒരു ചാറിലാക്കി മുക്കി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കടയിൽ നല്ല ഫുഡാണ്, ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ വെള്ളാപ്പം അടിപൊളി ടേസ്റ്റാണെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ കഴിക്കാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ആൾക്കാർ പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു വെള്ളാപ്പത്തിന്. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ 1-2 കടലയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നു. അവനിന്ന് 2 പിള്ളേരെയും കൂട്ടിയിട്ടായിരുന്നു ജോബിന് വന്നത്. അങ്ങനെ അവരാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു, ടാറ്റാ, ബൈ.